പാലക്കാട് ഷൊർണൂരിൽ സ്വകാര്യ ബസിൽ യാത്രക്കാരിയുടെ സ്വർണ്ണമാല കവർന്നു. മാസ്ക് ധരിച്ച മറ്റൊരു യാത്രക്കാരി മാല കവരുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചെർപ്പുളശ്ശേരി സ്വദേശിനിയുടെ 3 പവൻ സ്വർണ്ണമാലയാണ് നഷ്ടമായത്. ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ആ മോഷണ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ. ഇറങ്ങുന്നതിന്റെ ഭാഗമായി തിക്കും തിരക്കും ഉണ്ടാകുന്ന വേളയിൽ വളരെ തന്ത്രപൂർവ്വമായിരുന്നു മോഷണമല്ലേ? ഈ മോഷ്ടിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? സുജയ, ഇന്നലെ രാവിലെയാണ് ഈ മോഷണം നടക്കുന്നത്. ഷൊർണൂർ ബസ് സ്റ്റാൻഡിലേക്ക് ഈ സ്വകാര്യ ബസ് എത്തുന്നു. ആ സമയത്ത് ഈ ബസ് ഡ്രൈവറെ തൊട്ടപ്പുറത്തുള്ള ക്യാബിനിൽ ഇരിക്കുകയായിരുന്ന ചെർപ്പുളശ്ശേരി സ്വദേശിനിയായ യുവതി ബസ്സിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മാസ്ക് ധരിച്ച് സമീപത്ത് നിന്നിരുന്ന മറ്റൊരു യുവതി തന്ത്രപൂർവ്വം ഈ ചെർപ്പുളശ്ശേരി സ്വദേശിനിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിക്കുന്നത്. ഈ ബസ്സിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം മാത്രമാണ് യുവതിക്ക് തന്റെ 3 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല നഷ്ടമാവുന്ന അല്ലെങ്കിൽ നഷ്ടമായ വിവരം തിരിച്ചറിയുന്നത്. ഉടൻ തന്നെ ബസ് ജീവനക്കാരെ സമീപിക്കുകയായിരുന്നു. ബസ്സിൽ CCTV ഘടിപ്പിച്ചിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ യുവതിയുടെ സമീപത്ത് നിന്നിരുന്ന മാസ്ക് ധരിച്ചിരുന്ന യുവതിയും സുഹൃത്തുമാണ് ഈ മാല കവർന്നത് എന്ന് മനസ്സിലാവുന്നത്. ഉടൻ തന്നെ ഷൊർണൂർ പോലീസിൽ ഈ യുവതി പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബസ്സിൽ നിന്നും ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച ഷൊർണൂർ പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശികളായ ചില ആളുകൾ പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ബസ്സിലും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളിലും പോകുന്ന ആളുകളുടെ മാല പൊട്ടിക്കുന്നത് പതിവായിരുന്നു. ഏതായാലും ഇത്തരം സംഘങ്ങളെ കേന്ദ്രീകരിച്ച അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണെന്നാണ് ഷൊർണൂർ പോലീസ് അറിയിക്കുന്നത്. സുജയ, ഓക്കെ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കൃത്യമായി ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. അതുപോലെ ആ യാത്രക്കാരി ഇറങ്ങിയ അതേ സ്റ്റോപ്പിൽ തന്നെ ഈ മാസ്ക് വെച്ചയാളും ഇറങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം.